കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുലേഖയ്ക്കെതിരെ നടത്തുന്ന അധിക്ഷേപം നീ 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 എന്ന് ആവർത്തിച്ച് അയാൾ വിളിക്കുകയാണ്. അത് വെറുതെ അങ്ങ് ഉണ്ടാകുന്നതല്ല. അത് ബിജെപിയുടെ ചട്ടുകമായി പ്രവർത്തിച്ച ഒരു ഗവർണറിൽ തുടങ്ങി ഇന്നൊരു കേന്ദ്രമന്ത്രിയിലൂടെ തുടർന്ന് അതിപ്പോൾ ഇതാ ഒടുവിൽ രാജീവ് ചന്ദ്രശേഖറിൽ എത്തി നിൽക്കുകയാണ് അല്ലെ. ഇന്നലെ സുലേഖയോട് അയാൾ സംസാരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ശരീരഭാഷ ഒരു തെരുവ് ഗുണ്ടയുടേതിന് സമാനമായിരുന്നു. നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മറ്റൊന്നും കൊണ്ട് നിശബ്ദരാകില്ല എന്ന് ഉറപ്പുള്ള ഒരു സമൂഹത്തെ നോക്കി, ഒരു വിഭാഗത്തെ നോക്കി ആക്ഷേപങ്ങൾ ഉന്നയിച്ച് നിശബ്ദരാക്കാൻ ശ്രമിക്കുക. പക്ഷേ സുലേഖ ആവർത്തിച്ച് രാജീവ് ചന്ദ്രശേഖർ ഭീഷണിയുടെ സ്വരത്തിൽ ഈ നിലയിൽ പ്രകോപിതനാകുമ്പോഴും സുലേഖ ആവർത്തിച്ച് അതേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നതുപോലെയുള്ള ചില പ്രതികരണങ്ങളും ഭീഷണികളും ഉണ്ടാകുകയും ചെയ്യുന്നത്. ആ സാഹചര്യത്തിലും എന്തുകൊണ്ട് തളരാതെ വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കാനായി സുലേഖയ്ക്ക്? സിദ്ധാർത്ഥ്, തീർച്ചയായും അത് ഇത്രയും കാലം മാധ്യമപ്രവർത്തനം തുടങ്ങി ഇത്രയും കാലമുള്ള ഒരു പഠനം, അത് കൈരളി തന്നൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജത്തിൽ നിന്നാണ് അത്തരത്തിൽ ശബ്ദമുയർത്തി ചോദ്യം ചോദിക്കാനും അത് ആവർത്തിച്ച് വീണ്ടും ചോദിക്കാനും അത് ചോദിക്കേണ്ട, മറുപടി തരില്ല എന്ന് പറയുമ്പോഴും അത് ചോദിക്കാനുള്ള ഊർജ്ജം അത് നൽകിയത് കൈരളി തന്നെയാണ്. അത്തരത്തിൽ ജനങ്ങൾക്ക് സത്യം അറിയണം, അതാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, വാസ്തവം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. അതാണ് ഞാൻ അവിടെ ചെയ്തത്. അതിന് പോലും തടസ്സം വരുത്തുന്ന രീതിയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നീ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു, അതിനൊപ്പം തന്നെ മറുപടിയില്ല, ചോദ്യങ്ങൾ ചോദിക്കേണ്ട, മറുപടി ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു, നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ല എന്ന് അടച്ചാക്ഷേപിക്കുന്നു. അങ്ങനെയുള്ളൊരു ഒരു സംസാരമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത് ആദ്യത്തെ സംഭവമല്ല, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല എന്നോട് ഇത്തരത്തിൽ കയർത്ത് സംസാരിക്കുകയും അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്തത് മൂന്നാമത്തെ തവണയാണ്. അതിനൊപ്പം തന്നെ നേരത്തെ അസദ് സൂചിപ്പിച്ച പോലെ ഗവർണർ അടക്കമുള്ള ആളുകൾ കൈരളി ന്യൂസിനെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പരാമർശം നടത്തുന്നു. കൈരളി ചോദ്യങ്ങൾ ചോദിക്കേണ്ട, ഇറങ്ങിപ്പോകാൻ പറയുന്ന സാഹചര്യത്തിലേക്ക് അടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇത്തരത്തിൽ ഈ കഴിഞ്ഞ 4 വർഷക്കാലമായി ഇത്തരത്തിൽ കൈരളി തന്ന പാഠവമാണ് ഇത്തരത്തിൽ ആർജവത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ഈ സത്യം അത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന് ആ ഒരു സത്യമാണ്, അത്തരത്തിലൊരു വസ്തുതാപരമായ കാര്യമാണ് രാജീവ് ചന്ദ്രശേഖറിനോട് ഉന്നയിച്ചത്. അതിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്.